നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇത് മനുഷ്യക്കടത്തോ? ദുബായിൽ 303 ഇന്ത്യക്കാരുമായി പുറപ്പെട്ട ചാർട്ടേഡ് വിമാനം മനുഷ്യക്കടത്തെന്ന് സംശയിച്ച് ഫ്രാൻസിൽ തടഞ്ഞുവെച്ച സംഭവം നാം അറിഞ്ഞതാണ്. ഇപ്പോൾ ഇതാ ആ വിവരവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. അതായത് ഈ വിമാനം ഫ്രാൻസിലെ വിമാനത്താവളത്തിൽ പിടിച്ചിട്ട ദുബായിൽ നിന്നുള്ള വിമാനത്തിന് പോകാൻ അനുമതി നൽകി ഭരണകൂടം. 303 ഇന്ത്യക്കാരുമായി ദുബായിൽ നിന്ന് പോയ വിമാനം ഫ്രാൻസിൽ പിടിച്ചിടുകയായിരുന്നു. നിക്കരാഗ്വയിലേക്ക് പുറപ്പെട്ട വിമാനം ഇന്ധനം നിറയ്ക്കുന്നതിനായി പാരീസിനടുത്തുള്ള വാട്രി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തപ്പോഴായിരുന്നു പിടിച്ചിട്ടത്. മനുഷ്യക്കടത്താണെന്ന സംശയത്തെ തുടർന്നായിരുന്നു നടപടി സ്വീകരിച്ചത്. 3 ദിവസത്തെ അന്വേഷണത്തിന് ശേഷം നിലവിൽ യാത്രക്കാരെ വിട്ടയച്ചു ഇരിക്കുകയാണ് ഫ്രാൻസ്. വിമാനം നിക്കരാഗ്വയിലേക്ക് തന്നെയാണോ പുറപ്പെട്ടത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. യാത്ര മുടങ്ങിയതിനാൽ വിമാനം ദുബായിലേക്ക് തന്നെ പോകാൻ സാധ്യതയുണ്ട് എന്നാണ് എയർപോർട്ട് അധികൃതർ പറയുന്നത്. റൊമാനിയൻ ചാർട്ടർ കമ്പനിയായ ലെജൻഡ് എയർലൈൻസിനെയാണ് ഫ്രാൻസിൽ പിടിച്ചുവെച്ചത്. ഇതിൽ 303 ഇന്ത്യക്കാരുണ്ടായിരുന്നു. ഇവരിൽ 11 പേരും പ്രായപൂർത്തിയാകാത്തവരാണ്. മനുഷ്യക്കടത്താണ് നടക്കുന്നതെന്ന രഹസ്യ സന്ദേശം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വിമാനം ഫ്രാൻസ് പിടിച്ചുവെച്ചത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വിമാനം തടഞ്ഞുവെച്ച നടപടി. സംഭവത്തിൽ 2 പേരെ കസ്റ്റഡിയിലെടുത്തു. യാത്രക്കാർക്കിടയിൽ നിന്നുള്ള 2 പേരെയാണ് ഫ്രഞ്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സ്മോൾ വാട്ടർ വിമാനത്തിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്കായിരുന്നു വിമാനം ലാൻഡ് ചെയ്തത്. ഇന്ധനം നിറയ്ക്കാനായി ഇറങ്ങിയപ്പോഴായിരുന്നു അധികൃതർ വിമാനം തടഞ്ഞത്. അമേരിക്കയിലോ കാനഡയിലോ എത്തിക്കാമെന്ന വാക്ക് വിശ്വസിച്ച് പുറപ്പെട്ടവർ ആകാം വിമാനത്തിലുള്ളതെന്ന സംശയത്തിലായിരുന്നു ഫ്രാൻസ് അധികൃതർ. 303 യാത്രക്കാരുമായി ദുബായിൽ നിന്ന് പറന്ന് വിമാനം ഫ്രാൻസിലെ എയർപോർട്ടിൽ വെച്ച് കസ്റ്റഡിയിലെടുത്ത വിവരം ഇന്ത്യൻ എംബസി തന്നെയാണ് സ്ഥിരീകരിച്ചത്. വിമാനത്തിലെ യാത്രക്കാരിൽ ഭൂരിപക്ഷവും ഇന്ത്യക്കാരാണെന്നും എംബസി വ്യക്തമാക്കിയിരുന്നു. യാത്രക്കാരെ വിമാനത്തിൽ തന്നെ തുടരാനാണ് ആദ്യം അനുവദിച്ചത്. പക്ഷേ പിന്നീട് എയർപോർട്ടിലെ അറൈവൽ ലോഞ്ചിലേക്ക് മാറ്റി ബെഡും മറ്റും നൽകി. വിമാനത്തിൽ ഇന്ത്യക്കാരുണ്ടെന്ന് വ്യക്തമായതോടെ ഫ്രാൻസിലെ സംഘടിത കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന സംഘം ഇക്കാര്യം ഇന്ത്യൻ എംബസിയെ അറിയിക്കുകയായിരുന്നു. എംബസിയിൽ നിന്നുള്ളവർ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടന്നിരുന്നു. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്നും എംബസി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി യാത്രക്കാരുടെ ക്ഷേമം ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും ഫ്രാൻസിലെ ഇന്ത്യൻ എംബസി എക്സിൽ കുറിച്ചു. ദുബായിൽ നിന്നും നിക്കരാഗ്വയിലേക്ക് യാത്ര ചെയ്യുക എന്ന വിമാനം തടഞ്ഞ വിവരം ഫ്രാൻസ് ഔദ്യോഗികമായി അറിയിച്ചുവെന്നും യാത്രക്കാർക്ക് മികച്ച സൗകര്യം ഉറപ്പാക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഫ്രാൻസിലെ എംബസി അധികൃതർ അറിയിച്ചതാണ്. എന്നാൽ ഇപ്പോൾ ആ വിമാനത്തെ വിട്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.